ആദ്യം ഒരു മൺചട്ടി എടുക്കുക, ഗ്യാസ് ഓൺ ചെയ്യേണ്ട കേട്ടോ. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുക, ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക, ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുക, അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക, അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർക്കുക. ആരും മറക്കരുത്, ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, മൺചട്ടി മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്രയും ഭാഗം ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക. നല്ലപോലെ കൈ കൊണ്ട് യോജിപ്പിക്കുക. മുളകൊക്കെ ഉള്ളതുകൊണ്ട് കൈ പുകയാൻ ചാൻസ് ഉണ്ട്. ഒന്നുകിൽ കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പൂണും കൊണ്ട്, എന്താ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യുക. ടേസ്റ്റ് കൂടുമ്പോൾ കൈ കൊണ്ടൊക്കെ നമ്മൾ യോജിപ്പിച്ചാൽ മാത്രമേ ടേസ്റ്റ് നല്ലത് കിട്ടത്തുള്ളൂ. നല്ലതിനെ ഇളക്കി യോജിപ്പിക്കണം. ഒരു 10 മിനിറ്റ്, 5-6 മിനിറ്റ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. 10 മിനിറ്റ്. പിന്നെ ടർമറിക് പൗഡർ ചേർക്കുക, മഞ്ഞൾപ്പൊടി ചേർക്കുക, നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല പിടിക്കണം, തേങ്ങയിലും എല്ലാ ഇതിലും നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇത്. അതിനുശേഷം കുരുമുളക് പൊടി ചേർക്കുക. ഇതും അതുപോലെ നല്ല ഇളക്കി യോജിപ്പിക്കുക. തേങ്ങയിലും ഉള്ളിയിലും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ കൊണ്ട് നല്ല ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഉലുവാപ്പൊടി ചേർക്കുക. ഇതും നല്ലതായിട്ട് യോജിപ്പിക്കുക. കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നത്തോലി മീൻ ചേർക്കുക. ഇതിലേക്ക് ഡ്രൈ റെഡ് ചില്ലി, ഉണക്കമുളക് ഞാനിവിടെ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുടംപുളി 4 കഷ്ണവും ചേർക്കുന്നുണ്ട്. വെള്ളം ആവശ്യത്തിന് പാകം ചെയ്യാൻ വേണ്ടി ചേർക്കുക. ഇവിടെ ഒന്നും നമ്മൾ സ്പൂൺ ഇട്ടൊന്നും ഇളക്കരുത്. മൺചട്ടി ഒന്ന് വട്ടത്തിലൊന്ന് ചുറ്റിച്ചാൽ മാത്രം മതി. നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കാനൊക്കെ തോന്നും, പക്ഷെ ചെയ്യരുത്. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുക, അടച്ചു വെച്ച് വേവിക്കുക. ആദ്യത്തെ തിള വന്നതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് 10-15 മിനിറ്റത്തേക്ക് കുക്ക് ചെയ്യുക. അതിനുശേഷം സെൻറ്ററിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം വെള്ളം അത് ഈസി ആയിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് നടുക്കൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. മീൻപീര തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കരുതുന്നു. വീണ്ടും ഇതുപോലെ ട്രൈ ചെയ്യുക, ഓരോ റെസിപ്പികളും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അടുത്ത ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണുന്നതിന് വരയ്ക്കും നന്ദി, നമസ്കാരം.